150-200 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. കുംഭമാസത്തിലെ ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കമായി ആനയോട്ടം കഴിഞ്ഞതേയുള്ളൂ. ഒരു കാളവണ്ടി നിറയെ അരിയും മുതിരയും ഇടിച്ചക്കയും മറ്റു പച്ചക്കറികളും കിഴക്കേ നടയിലെത്തിയിരിക്കുന്നു. മറ്റൊരു വണ്ടിയിൽ അത് കൊണ്ടുവന്ന കൗണ്ടറും കുടുംബവും. കാളവണ്ടിയിലെ സാധനങ്ങൾ ഇറക്കാൻ വണ്ടി ക്ഷേത്രത്തിനടുത്തേക്ക് വരണമെങ്കിൽ പാസ് വേണം. കൗണ്ടർക്കും കുടുംബത്തിനും ക്ഷേത്രപ്രവേശനത്തിന് അനുമതിയില്ല. കൗണ്ടർ തലയിൽ കൈവച്ചുപോയി. കണ്ടവരോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചു. വിവരമറിഞ്ഞ അന്നത്തെ ദേവസ്വം കാര്യക്കാരൻ കൗണ്ടറോട് ബ്രഹ്മസ്വം മഠത്തിലെത്താൻ ഉത്തരവിട്ടു. മഠത്തിലെത്തിയ കൗണ്ടർ പറഞ്ഞു തുടങ്ങി. ഞാൻ പാലക്കാട് ആലത്തൂരിൽ നിന്നുള്ള ഒരു കൃഷിക്കാരനാണ്. കാലവർഷം ചതിച്ചതുകൊണ്ട് കഴിഞ്ഞ 3 വർഷവും കൃഷിയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ജന്മിക്ക് പാട്ടം കൊടുത്തില്ലെങ്കിൽ സ്ഥലം ഒഴിപ്പിക്കും. ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്, അടുത്ത കൃഷി നന്നായി വന്നാൽ വിളവിൻ്റെ നേർപകുതി ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ എന്ന് പ്രാർത്ഥിക്കാൻ. കാലവർഷക്കെടുതി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കൗണ്ടർക്ക് 4-ാം വർഷം ഉണ്ടായ വിളവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എത്ര എടുത്താലും തീരാത്ത നെല്ലും മുതിരയും അതിനൊപ്പം ധാരാളം പച്ചക്കറികളും. പത്തായങ്ങളെല്ലാം നിറഞ്ഞു. പാവങ്ങൾക്കെല്ലാം വാരിക്കോരി കൊടുത്തു. ഗുരുവായൂർ ഉത്സവം വരാൻ പോകുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലഭിച്ച സമൃദ്ധിയിൽ നിന്ന് കുറേ ഗുരുവായൂരിലെത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ സാധനങ്ങളാണ് പുറത്ത് കാളവണ്ടി. ദീർഘദൃഷ്ടിയുള്ള ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ കോന്തി മേനോൻ കഴകക്കാരെ വിളിച്ചു വരുത്തി. തന്ത്രിയും ശാന്തിക്കാരും മറ്റു ബന്ധപ്പെട്ടവരും കൂടി ഒരു യോഗം വിളിച്ചു. വഴിപാട് വന്ന സാധനങ്ങളുടെ വിവരം അറിയിച്ചു. ആനയോട്ടം കഴിഞ്ഞ് 2-ാം ദിവസം മുതൽ കഞ്ഞിയും പുഴുക്കുമുണ്ടാക്കി ഉത്സവക്കാർക്ക് വിളമ്പുക. ഭക്തർക്ക് കഞ്ഞിക്കും പുഴുക്കിനും ആവശ്യമായ സാധനങ്ങൾ സംഭാവനയായി നൽകാം. യോഗ തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ഇങ്ങനെയാണ് ഗുരുവായൂർ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്തെ കഞ്ഞിയും പുഴുക്കും വിതരണത്തിന് തുടക്കം. തൻ്റെ ഉത്സവകാലത്ത് ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ. 10 ദിവസവും 10,000-കണക്കിന് ഭക്തർ കഞ്ഞിയും പുഴുക്കും കഴിക്കാനെത്തുന്നു. കൗണ്ടറും കുടുംബവും ക്ഷേത്രത്തിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുത് പ്രസാദവും വാങ്ങി സന്തോഷത്തോടെ തിരിച്ചുപോയി. മുതിരയും നേന്ത്രക്കായയും ചേർത്ത പുഴുക്കും ഒപ്പം കഞ്ഞിയും പപ്പടവും അച്ചാറുമാണ് പ്രധാന വിഭവങ്ങൾ. ഇതിൻ്റെ രുചി ഭക്തർക്ക് അമൃതിന് തുല്യമാണ്. 10 ദിവസവും ഭഗവാന്റെ മണ്ണിൽ ആരും വിശന്നിരിക്കില്ല എന്ന ഉറപ്പ് ഗുരുവായൂരപ്പൻ നൽകുന്നു എന്നാണ് വിശ്വാസം. ജാതി മത ഭേദമന്യേ 10,000-ങ്ങൾ ഒരേ പന്തിയിലിരുന്ന് കഴിക്കുന്ന ഈ കാഴ്ച ഗുരുവായൂർ ഉത്സവത്തിന് ഒരു പ്രത്യേക ചൈതന്യം നൽകുന്നു.